സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഫൗജി എന്ന് പറയുന്ന ഗെയിമിൻ്റെ പ്രീ രജിസ്ട്രേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രീ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നും ഒപ്പം തന്നെ ഈ ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇൻഫർമേഷൻസ് ആൻഡ് ഡീറ്റെയിൽസും ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫൗജി എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം ഈ ഒരു ഗെയിമിൻ്റെ പ്രീ രജിസ്ട്രേഷൻ നമുക്ക് എങ്ങനെ പ്ലേ സ്റ്റോറിൽ പോയി ചെയ്യാമെന്ന് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൗജി എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ ഫോം ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്നാണ്. ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഈ ഒരു ഗെയിം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഗെയിം പുറത്തിറക്കുന്നത് എൻകോർ ഗെയിംസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഒപ്പം തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു 20% പോകുന്നത് നമ്മുടെ ഭാരത് കി വീർ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിലേക്കാണ്. സോൾജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റാണിത്. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സോൾജിയേഴ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അടിപൊളി ഗെയിമാണ് നമ്മുടെ ഈ ഒരു ഫൗജി എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ ഈ ഒരു അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ കണ്ടവർക്കറിയാം അത്രയും വലിയൊരു ഗ്രാഫിക്സോ കാര്യങ്ങളോ ഉള്ള ഒരു ഗെയിമൊന്നും അല്ല ഈ ഒരു ഫൗജി എന്ന് പറയുന്ന ഗെയിം. പക്ഷേ ഈ ഒരു ഗെയിമിന് ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടാൻ കാരണം നമ്മുടെ പബ്ജി ബാൻ നടന്ന ആ ഒരു ടൈമിലായിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ അനൗൺസ്മെൻറ്റും. അത് മാത്രമല്ല ഈ ഒരു ഗെയിമിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഗെയിമിന് മെയിനായിട്ട് ഇത്രയും വലിയൊരു ഹൈപ്പ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തവർ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം അത്രയും വലിയൊരു ഗെയിമൊന്നുമല്ല, ജസ്റ്റ് ഒരു ഷൂട്ടിംഗ് മോഡിലുള്ളൊരു ഗെയിമാണ്. അത് മാത്രമല്ല പിന്നീട് ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു ഗെയിമിലേക്ക് നമ്മുടെ പബ്ജി ഫ്രീ ഫയർ പോലെയൊക്കെ ബാറ്റിൽ റോയൽ മോഡ് വന്നേക്കാമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഗെയിമിൽ നിന്ന് നിങ്ങൾ വളരെ വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ചൊരു ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സപ്പോർട്ട് ഈ ഒരു ഗെയിമിന് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. ഒപ്പം തന്നെ മുകളിലായിട്ട് ഐക്കാർഡിൽ ഇട്ടുതരാം. തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കുക. അപ്പം ഈ ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ലഭിച്ചൊരു അപ്ഡേറ്റ് ആയിരുന്നു ഈ ഒരു ഗെയിമിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റി. നവംബറിൽ ഈ ഒരു ഗെയിമിൻ്റെ ലോഞ്ച് ഉണ്ടാവുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നവംബറിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻസും നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരും ട്വിറ്ററിലൊക്കെ പോയി ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻകോർ ഗെയിംസ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പ്രീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിങ്ക് വഴി നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ഗെയിം പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന പ്രീ രജിസ്ട്രേഷൻ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും ചെല്ലുക. അവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് പ്രീ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മെനു വരും. അവിടെ താഴെയായിട്ടൊരു ബോക്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഒരു ടിക്ക് മാർക്ക് വീഴും. എന്നിട്ട് താഴെയായിട്ട് കാണുന്ന ഇൻസ്റ്റാൾ വെൻ അവൈലബിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ഒരു ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആകുമ്പോൾ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഗെയിം അവൈലബിൾ ആകുമ്പോൾ. ഞാൻ അത്യാവശ്യം പുതിയൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താണ് ഈ ഒരു പ്രീ രജിസ്റ്റർ ചെയ്തത്. പക്ഷേ എൻ്റെ പഴയ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കിയപ്പം പ്രീ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണ് കാണിച്ചത്. ഒരു പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അല്പം പഴയ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പ്രീ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പുതിയ സ്മാർട്ട് ഫോൺസിൽ ഈ ഒരു പ്രീ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. ഈ ഒരു ഗെയിമിൻ്റെ റിലീസ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻസും നമുക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരുപാട് പേര് പറയുന്നത് ഈ ഒരു ഗെയിം പബ്ജിക്ക് പകരക്കാരനാവുമെന്നൊക്കെയാണ്. ഈ ഒരു ഗെയിം റിലീസായാൽ മാത്രമേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട്.